Hello, welcome to yet another episode of Finding Different Innovative Food Products in the Market. So, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഹോട്ട് ഗാർലിക് കിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 പാക്കറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. വർക്കിംഗ് ആയിട്ടുള്ള പാരൻസിനും അതേപോലെ എബ്രോഡിൽ പഠിക്കാനും വർക്ക് ചെയ്യാനൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് കുക്ക് ചെയ്യാൻ നമുക്ക് എന്തായാലും കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഈ ഒരു തിരക്ക് പിടിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് കുക്കിംഗ് കുറച്ച് ഈസിയും പക്ഷേങ്കിൽ നല്ല ടേസ്റ്റിയും ആക്കാൻ വേണ്ടിയിട്ട് കുഡ് പോലത്തെ ബ്രാൻഡ്സ് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാം. ഈ ഹോട്ട് ഗാർലിക് മിക്സ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ വിത്ത് ബോണോ ബോൺലെസ്സോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. സായു കൂടുതലും ബ്രസ്റ്റ് മീറ്റ് പ്രിഫർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് കുറച്ച് എക്സ്ട്രാ ചില്ലി ചിക്കൻ കട്ട് ഞാൻ എപ്പോഴും സെപ്പറേറ്റ് മേടിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെജീസാണ്, ഞാനിവിടെ കോളിഫ്ലവറും ബേബി കോണും കൂടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾസ് ഇതേപോലെ ഫ്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഫസ്റ്റ് പാക്കറ്റ് ചൈനീസ് ഫ്രൈ മിക്സ് ആണ്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബൈൻഡ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് ഇത് നന്നായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 ടീസ്പൂൺ വാട്ടർ നമുക്ക് ആഡ് ചെയ്യാമെന്നാണ് കുക്കിൻ്റെ ബോക്സിൽ മെൻഷൻ ചെയ്തത്. നമ്മൾ ചിക്കൻ ഓൾറെഡി നമ്മൾ വാഷ് ചെയ്തപ്പോൾ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നോക്കി കുറച്ചായിട്ടാണ് ആഡ് ചെയ്തത്. സോ ആക്ച്വലി ഇതിനെ നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ എയർ ഫ്രൈ ചെയ്യും. ഡീപ് ഫ്രൈ ചെയ്യുന്ന അത്രയും പെർഫെക്ഷൻ കിട്ടില്ല, പക്ഷെങ്കിൽ ലെറ്റ്സ് ബി ലിറ്റിൽ ബിറ്റ് ഹെൽത്തി. സോ വിൽ ഡു ആൻ എയർ ഫ്രൈ. സോ എയർ ഫ്രയറിൽ നമ്മളിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഇതിനകത്തേക്കും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എയർ ഫ്രയറിൻ്റെ അകത്തേക്ക് ഇടുന്നത്. നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ക്രിസ്പി ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ എയർ ഫ്രയറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് നമ്മളൊരു 16 മിനിറ്റ്സ് ഞാൻ വെച്ചു. പിന്നെ അതിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു മറച്ചൊക്കെ ഇട്ടിട്ട് ഒരു 16 മിനിറ്റ്സും കൂടെ വെച്ചിട്ടാണ് നമ്മളിത് എയർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനലി ഇത് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നത് എന്നുള്ളത് നമുക്ക് ഇതായി കഴിഞ്ഞാൽ കാണാം. ഇനി നമ്മളിതിൻ്റെ ഗ്രേവി പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ കടായിയോ പാനോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലൊരു വോക്ക് ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് റിഫൈൻഡ് ഓയിൽ നമ്മളുടെ വോക്കിലേക്ക് ആഡ് ചെയ്യുക. ഞാനിതിൽ ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള അനിയൻസും 3 കളർ ഓഫ് ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്, ഗ്രീൻ, റെഡ് ആൻഡ് യെല്ലോ. പിന്നെ നമ്മളിപ്പോൾ ആഡ് ചെയ്തത് പാങ് ചോയ് എന്ന് പറയുന്നൊരു വെജിറ്റബിളാണ്. കൂടുതലും ചൈനീസ് ഡിഷസിലൊക്കെയാണ്. ഞാനൊരു ചില്ലിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുക്കിൻ്റെ അവരുടെ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ക്യാപ്സിക്കവും അണിയൻസും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ചും കൂടെ ഹെൽത്തി ഫൈബർ റിച്ച് ആവാൻ വേണ്ടിയിട്ടാണ്. ക്യാപ്സിക്കത്തിലൊക്കെ നല്ല ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതാണ്, എസ്പെഷ്യലി നമ്മളുടെ യെല്ലോ ആൻഡ് റെഡ് ക്യാപ്സിക്കം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് പാക്കറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സോസാണ്. അത്യാവശ്യം നന്നായിട്ട് സോട്ടായി കഴിഞ്ഞാൽ നമ്മളെ കിച്ചൺ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. നമ്മൾ ഈ ചൈനീസ് റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്ന ഒരു കിച്ചണിലും റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടില്ലേ, അതുപോലെ നല്ല അടിപൊളി സ്മെല്ലാണ് നമ്മളുടെ കിച്ചണിൽ. ഇനി നമുക്ക് ഫൈനലി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ എയർ ഫ്രൈ ചെയ്ത ചിക്കനാണ്. നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെ ചിക്കൻ ഫ്രൈ വന്നിട്ടുള്ളതെന്ന്. നമ്മൾ ആകെ കുറച്ച് ഓയിൽ മാത്രമാണ് ഡ്രിസിൽ ചെയ്തിട്ടുള്ളത്. അത് ആക്ച്വലി ഡീപ് ഫ്രൈ ചെയ്യാനാണ് ഇവർ മെൻഷൻ ചെയ്യുന്നതെങ്കിലും നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ എടുത്തത്. നമ്മളൊരു 15 മിനിറ്റ്സ് ആദ്യം എയർ ഫ്രൈ ചെയ്യാനിട്ടു. പിന്നെ അതിനൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സും കൂടെ നമ്മൾ വെച്ച സമയത്ത് നമുക്ക് ഈ ഒരു പെർഫെക്ഷനിൽ നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ചിക്കൻ മാത്രമല്ല, നമ്മളതിൻ്റെ അകത്ത് കോളിഫ്ലവറും അതേപോലെ തന്നെ ബേബി കോണും കൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ സോസും വെജീസും കൂടെയുള്ള ഒരു മിക്സ്ചറിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ഇതിനൊരു ബൗളിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം
ഫൈനലി നമുക്ക് ഗാർണിഷിനായി കുറച്ച് സ്പ്രിങ് അണിയനും പാസ്ലി കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി സായു എത്തിയിട്ടുണ്ട്. നമുക്ക് സായുവിനോട് തന്നെ ചോദിച്ചു നോക്കാം കുക്ക്ഡിൻ്റെ ഹോട്ട് ഗാർലിക് ചിക്കൻ എങ്ങനെയുണ്ടെന്ന്. ഹോട്ട് ഗാർലിക് കിറ്റ്. Any piece or? Yeah, I can take any piece. അത് ചിക്കൻ തന്നെയാണോ? യാ, ഇതിൻ്റെ അകത്ത് ബേബി കോണും ഉണ്ട്. Nice. അപ്പം സായിന് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ഫ്രം സുസുക്കി.